നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത്. അതിനുള്ള എല്ലാ എവിഡൻസും ഉണ്ടാക്കിക്കോണം. ഓക്കെ മാഡം, അവനെ കൊണ്ട് അവരിങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ മന്ദാകിനെ കൊണ്ട് ഡീൽ ചെയ്യാം. ശരി. ഓക്കെ മാഡം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. കാർത്തി അല്ല, ACP കാർത്തിക്. മിസ്റ്റർ ജയറാം, തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ്. നിങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ. എതിർത്താൽ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും. അതിനിട വരുത്തരുത്. ഇത് ശത്രുക്കളും പോലീസും ചേർന്നുള്ള ഒത്തുകളിയാ. എന്റെ അച്ഛന് നേരെ ഇത്തരം ദ്രോഹങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. ഇനി ഞങ്ങൾ സഹിക്കില്ല. ഇത് ഞങ്ങൾ വെറുതെ വിടില്ല. ഇൻസ്പെക്ടർ, പിടിച്ച് ജീപ്പ് കയറണോ? സർ. അയ്യോ അച്ഛാ. അയ്യോ അച്ഛാ, ബലം പ്രയോഗിക്കണം. ഞാൻ വരാം. കാർത്തേട്ട. അയ്യോ അച്ഛാ. എന്റെ മോനെ. ആ മാഡം. അതെ, ആ ചത്ത മായമ്മയുടെ അനിയത്തി മന്ദാകിനി അവിടെ എത്തിയിട്ടുണ്ട്. അവളെ ഒന്ന് കയ്യിലെടുക്കണം. എന്തെങ്കിലും ഓഫർ ചെയ്തേക്ക്. ശരി മാഡം. അവളെ കൊണ്ട് മാക്സിമം മുതലെടുപ്പിക്കണം. മീഡിയക്കാരുടെ മുന്നിൽ നിർത്തി ജയറാമിനെ ശരിക്കും ചീത്ത വിളിപ്പിക്കണം. ഏറ്റു മാഡം. അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത്. അതിനുള്ള എല്ലാ എവിഡൻസും ഉണ്ടാക്കിക്കോണം. ഓക്കെ മാഡം, അവനെ കൊണ്ട് അവരിങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ മന്ദാകിനെ കൊണ്ട് ഡീൽ ചെയ്യാം. ശരി. ഓക്കെ മാഡം. അതെ, ഇങ്ങ് വന്നേ. എന്താ മേഡം? മന്ദാകിനിയല്ലേ? അതെ മേഡം. മരിച്ച മായമ്മയുടെ അനിയത്തി. മരിച്ചതല്ലോ, കൊന്നതല്ലേ? അതെ, പക്ഷെ കൊല ചെയ്ത ആള് ACP കാർത്തികിന്റെ അമ്മാവനാ. അതിന് ഇങ്ങ് വന്നേ. അതെ, നിങ്ങക്ക് നീതി കിട്ടണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ ചെയ്യണം. എന്താ മേഡം? പറയാം. ദേ, അവന് കയ്യിലെടുക്കണം. അവനെ വെടക്ക് ജോണല്ലേ? വെടക്കായാൽ എന്താ? ഒരു കടല് മുഴുവൻ കലക്കാനുള്ള വിഷം അവന്റെ കയ്യിലുണ്ട്. വെടക്കാക്കി തനിക്കാക്കി തരും അവൻ. അവന് കൊടുക്കാനുള്ള പണമൊക്കെ ഞാൻ നിനക്ക് തരാം. അവന് നീ കയ്യിലെടുക്കണം. പറഞ്ഞത് കേട്ടല്ലോ? ഓക്കെ മാഡം. ശരി സാർ, പറഞ്ഞ പോലെ. ആ, എന്തൊക്കെയുണ്ട്? ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. സാറേ. എന്താ?
ഓക്കെ. ശരി സർ. കൊല്ലപ്പെട്ട മായമ്മയുടെ സഹോദരിയല്ലേ? അതെ, ഒരേ ഒരു സഹോദരി. മായമ്മ കൊലക്കേസിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതൊരു ആസൂത്രിതമായ കൊലപാതകം. ജയരാമന എന്റെ അനിയത്തെ കൊന്നത്. ജയരാമനെ ജയിലടയ്ക്കുക. നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. എല്ലാ കുറ്റവാളികളോടും ഞങ്ങൾ ആദ്യം പറയുന്ന വാക്ക് നിങ്ങളോടും പറയുന്നു. നിങ്ങളോട് ചോദിക്കുന്നതിനെല്ലാം സത്യസന്ധമായി ഉത്തരം പറഞ്ഞാൽ ഈ ചടങ്ങ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ അസത്യം പറയുന്നത് എന്തിനാ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാ. അത് വിട്ടേക്ക്. മായമ്മയെ കൊന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അത് നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളിലൂടെയാണ്. നിങ്ങളെല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊരു ക്രൂരനൊന്നും അല്ല. ആ പാവത്തെ കൊല്ലേണ്ട കാര്യം എനിക്കെന്താ? ഒരു അനാഥ കുഞ്ഞിനെ വേട്ടയാടാൻ വേണ്ടി സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞാനൊരു കാപാലികനല്ല സർ. ആ സ്ത്രീയുടെ മരണം തന്നെ എന്നെ മാനസികമായിട്ട് വല്ലാതെ തളർത്തിരിക്കുക. എനിക്ക് അവരുടെ അനുകമ്പയുണ്ടായിരുന്നു, അലിവുണ്ടായിരുന്നു. ചെറുപ്പക്കാരികളായ സ്ത്രീകളോടുള്ള നിങ്ങളുടെ അനുകമ്പ വളരെ പ്രസിദ്ധമാണല്ലോ. മറ്റൊരു സ്ത്രീയോടുള്ള അനുകമ്പ പരിധി വിട്ടിട്ടാണല്ലോ അവരെ ഫ്ളാറ്റിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊന്നത്. ആ കേസിൽ ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടതാ. അതിവിടെ കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. കോടതി വെറുതെ വിട്ടെന്ന് കരുതി അതൊരു കൊലപാതകം അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇൻസ്പെക്ടർ പറയുന്നത് കോടതി അലക്ഷ്യോ. യു ആർ എ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. തുറന്നു പറയൂ, മായമ്മയെ കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.